രാവിലത്തെ പലഹാരം ബാക്കിയായാൽ നമുക്ക് അതുകൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും ഒരു പലഹാരം തയ്യാറാക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുക്കട്ട ബാക്കിയായത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാളയും മുറിച്ചെടുത്ത് വെച്ചു. ഇനി ഒരു ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എല്ലാവരും ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ വേഗം തന്നെ ഇത് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ അല്പം വേവ് ആയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇതിന് പിടിച്ച് വരുന്നത് വരെ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. രാവിലത്തെ ദോശ അല്ലെങ്കിൽ അതുപോലെ പുട്ട് അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ബാക്കിയായാലും നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അത് നമുക്ക് വേറെ ഒരു മാറ്റം വരുത്തി ആക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് വന്നു. ഞാൻ ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട മാത്രമേ ഞാനിപ്പോഴും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധനങ്ങൾ നമ്മുടെ കുഴക്കട്ടയൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അധികമുണ്ടെങ്കിൽ 2-3 മുട്ട ചേർത്തിട്ട് തയ്യാറാക്കാം. ഈ മുട്ടയൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ച കുഴക്കട്ട ചേർത്ത് കൊടുക്കണം. കുഴക്കട്ട ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയും അരിപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് കുഴച്ച് ഉണ്ടാക്കിയതാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും വിഭവങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയില്ലേ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സോയാ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കുഴക്കട്ടയെ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചൂടോടുകൂടി കുരുമുളകും ഒക്കെ ഇട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു.